ലവ് മെഡിറ്റേഷൻ, സ്നേഹ ധ്യാനം. സ്നേഹം, സ്നേഹം മാത്രം. മനുഷ്യര് സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് ആരും ആരുമായിട്ടും സംഭവിക്കുന്നതാണ് സ്നേഹം. അത് ആകർഷണീയതയാണ്, ഫെയ്റ്റൽ അട്രാക്ഷൻ, വിധി പ്രകാരമുള്ള ആകർഷണീയത. പക്ഷെ മനുഷ്യര് ഓർമ്മയുള്ള കാലം മുതൽ പരസ്പരം ഉണ്ടാകുന്നത് സ്നേഹം. സ്നേഹമെങ്കിൽ പരസ്പരം പിന്നെ വഴക്കും അസ്വസ്ഥതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവില്ലല്ലോ. സ്നേഹം സ്നേഹം. അടുത്തിടെ ഇവിടെ വന്ന ഒരു ലേഡി, അവർക്ക് വീട്ടിൽ വളർത്തുന്ന കോഴിയെ കൊല്ലാൻ പറ്റില്ല, അനുവദിക്കത്തില്ല. കാരണം ആ കോഴിയോട് സ്നേഹം. എന്നാൽ ആഴ്ചയിലെ 2-3 ദിവസം കോഴി ഇറച്ചി വേണം. അതിനവരുടെ ഭർത്താവിനോട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാൻ പറയും കോഴി ഇറച്ചി. അപ്പൊ വീട്ടിലെ കോഴിയോട് സ്നേഹം, എന്നാൽ മറ്റെവിടെയോ കൊന്ന് കൊണ്ടുവരുന്ന കോഴി തിന്നാൻ ഇഷ്ടം. അവിടെയാണ് ആ വൈരുദ്ധ്യം, വിരോധാഭാസം. സ്നേഹം എങ്കിൽ സ്നേഹം തന്നെയാണ്, എല്ലാവരോടും എല്ലാത്തിനോടും. അതാണ് അൺകണ്ടീഷൻഡ് ലവ്. നിഷ്കാമ സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം. എങ്കിൽ അതാണ് നമ്മളിപ്പോൾ എ ഫ്യൂ മിനിറ്റ്സ് അൺകണ്ടീഷൻഡ് ലവ്, ദൈവസ്നേഹം, പ്രകൃതിയുടെ സ്നേഹം, പൂർണ്ണനായ ഗുരുവിൻ്റെ സ്നേഹം, എൻലൈറ്റൻഡ് മാസ്റ്റർ. അപ്പോൾ ദൈവത്തിനും പ്രകൃതിക്കും പൂർണ്ണനായ ഗുരുവിനും പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല, സ്നേഹം മാത്രം. അതിന് പര്യായമില്ല, വിപരീതമില്ല. സ്നേഹം സ്നേഹം മാത്രം, അളവ് പോലില്ല. സ്നേഹം പ്രത്യേകിച്ചൊരു പാരാമീറ്റർ ഇല്ല. അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ സ്നേഹമാണ് നാം. ബാക്കിയെല്ലാം മായ, ഇല്യൂഷൻ. നിങ്ങളിപ്പോൾ അത്തരം ദൈവീകമായ സ്നേഹം, ട്രൂ ലവ്, അൺകണ്ടീഷൻഡ് ലവ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ഓഫ് നേച്ചർ, ഓഫ് എൻലൈറ്റൻഡ് മാസ്റ്റർ, അത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയ വിശാലത എല്ലാവരിലേക്കും, സകല ജീവജാലങ്ങൾക്കും. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിങ്ങളിലെ ആരോടുള്ള വെറുപ്പോ വിദ്വേഷമോ പകയോ ആണെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്ന എത്തരം സാഹചര്യമാണെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയാണെങ്കിലും, ആധ്യാത്മിക തലത്തിലുള്ള അകൽച്ചയാണെങ്കിലും, സാമ്പത്തിക തടസ്സമാണെങ്കിലും, എല്ലാം 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 എല്ലാത്തിനും we are made up of only one atom, and that is love, or unconditional love. അപ്പോൾ എല്ലാത്തിനും ഒറ്റ മൂലി പരിഹാരം, one formula, one solution for all our problems.
is unconditional love. നത്തിങ് ബട്ട് ലവ്. ആകർഷണീയതയല്ല. മനുഷ്യർ തമ്മിൽ പരസ്പരം ഉണ്ടാകുന്നത്, ആർക്കും ആരോടും ഉണ്ടാകുന്നത് ഓരോ അവസരം, ഓരോ കാര്യസാധ്യത്തിനാണ്. ഇപ്പം മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ പരസ്പരം, ഭാര്യാഭർത്തൃബന്ധം, ആർക്കും ആരോടും ഏത് മനുഷ്യബന്ധത്തിനും ഒരു ആവശ്യകതയുണ്ട്. അത് ആകർഷണീയതയാണ്. ഇറ്റ് ഇസ് നോട്ട് ലവ്. ഓരോ കാര്യസാധ്യത, കാര്യനേട്ടം. ലവ് ഇസ് ലവ്, നത്തിങ് ബട്ട് ലവ്. ദാറ്റ് ഇസ് ഓൾ. സ്നേഹം സ്നേഹം മാത്രമാണ്. പിന്നെ അവിടെ എങ്ങനെയാണ് വഴക്ക്, അസ്വസ്ഥ ഉണ്ടാകുന്നത്? സ്നേഹത്തിന് വിപരീതത്വമില്ല, പര്യായവുമില്ല. അങ്ങനെയുള്ള സ്നേഹമാണ് നാം തിരിച്ചറിയുക. ദാറ്റ് ഈസ് ഡിവൈൻ ലവ്. ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, നേച്ചർ ആൻഡ് എൻലൈറ്റൻഡ് മാസ്റ്റർ. അപ്പം അങ്ങനെയുള്ള സ്നേഹമാണ് നാം എന്ന് തിരിച്ചറിയുക. അങ്ങനെയുള്ള പ്രപഞ്ച ഊർജം നിങ്ങളിലേക്ക് സ്വീകരിക്കുക. അപ്പം നിങ്ങൾ ശാരീരിക നിലയ്ക്കും അതീതമായിട്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അനുഭവത്തിൽ മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ദൈവസ്നേഹം. അതാണ് യഥാർത്ഥമായ സ്നേഹം. അതാണ് നാം. ആ സ്നേഹമാണ് നമ്മിൽ, അതാണ് നാം എന്ന് തിരിച്ചറിയുമ്പോൾ എന്തിനും ഏതിനും ഔഷധമാണ്. ആ സ്നേഹം സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവശ്യം പോലെ സ്വീകരിച്ചോളൂ. ശാരീരികം, മാനസികം, വൈകാരികം, കുടുംബപരം, സാമൂഹികം, സാമ്പത്തികം, ആധ്യാത്മികം, അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ സ്നേഹം കടന്നു ചെല്ലട്ടെ. നന്മയും നല്ലതും ഐശ്വര്യവും അനുഗ്രഹവും സമൃദ്ധിയും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ